ഇപ്പം റിക്വസ്റ്റ് സ്വിച്ച് ഇല്ലാത്തതിൻ്റെ മെയിൻ കാര്യം നമുക്കിപ്പോൾ മനസ്സിലായി. റിക്വസ്റ്റ് സ്വിച്ചിൻ്റെ ആവശ്യമില്ല. ദേ ചുമ്മാ ഇങ്ങനെ പൊക്കി എടുക്കാൻ പറ്റും, ഇത് ഊരിയെടുക്കാം. നമ്മളിപ്പോൾ ഈ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ പോകുന്ന സമയത്ത് ഈ ബീപ്പ് സൗണ്ട് എപ്പോഴും നമുക്ക് കേട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ക്ലസ്റ്റർ മീറ്റർ തന്നെയാണ് ഇതിൻ്റെ സെറ്റിംഗ്സ്, അതായത് ഓൺ ഓഫ് സെറ്റിംഗ്സ് ഒക്കെ വരുന്നത്. ചിലതിന് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലാണ് വരുന്നത്. പക്ഷേ ഇതുപോലെ ഒരു പ്രാക്ടിക്കൽ സ്വിച്ച് അവിടെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമുക്കിത് മേലോട്ട് പുഷ് ചെയ്തിട്ട് വേണം. ഇവിടെ ഒരു വാർണിംഗ് കാണിക്കുന്നുണ്ട്, ഇതെല്ലാവരും ശ്രദ്ധിച്ചോണം. കാരണം നമ്മൾ കയറി കഴിഞ്ഞതേ ഇങ്ങനെ ഒരിക്കലും ഒരു 7 സീറ്റർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏത് വാഹനമാണെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങൾക്ക് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിച്ചെടുത്തു. നല്ല വില കൂടിയൊരു വാഹനമായിരുന്നു. ബാക്കിൽ AC കിട്ടുന്നുണ്ടെങ്കിൽ ഇതിന് ഒറ്റ ഇവാപ്പറേറ്റർ അസംബ്ലി അല്ല, 2 ഇവാപ്പറേറ്റർ അസംബ്ലി ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത്, കാരണം പല കമ്പനീസും ഇത് കണ്ടുപഠിക്കണം എന്ന് ഞാൻ പറയും. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പുതിയ റെനോയുടെ ഡ്രൈവറാണ്. ഡ്രൈവർ വാഹനത്തിനെ കുറിച്ച് ഒരുപാട് വിശേഷങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു 7 സീറ്റർ വാഹനം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഒരു 7 സീറ്റർ ആവശ്യപ്പെടുന്ന ഒരു ഫാമിലിക്ക് ഏറ്റവും പറ്റിയൊരു വാഹനമാണ് നമ്മൾ ഈ കാണുന്ന ഒരു ഡ്രൈവർ. കാരണം പ്രൈസ് റേഞ്ചിങ്ങിൽ തന്നെയാണ് ഞാനത് പറഞ്ഞത്. ഈ ഒരു പ്രൈസിൽ എങ്ങനെ ഈ വാഹനം കൊടുക്കാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വലിയൊരു സംശയം തന്നെയാണ്. കാരണം ഞാൻ ഈ വാഹനം ഇപ്പോൾ കുറച്ച് കിലോമീറ്ററോളം ഓടിച്ചു നോക്കി. നല്ല ഡ്രൈവ് കംഫോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഏതായാലും ഈ വാഹനത്തിൻ്റെ ഫുൾ വിശേഷങ്ങളും ടെക്നിക്കൽ സൈഡ് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Explore. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഈ വാഹനത്തിൻ്റെ ഡിസൈൻ വൈസ് തന്നെ നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ റെനോയുടെ ലോഗോയാണ്. ലോഗോ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് ഒരു ന്യൂ ഡിസൈനാണ് നമുക്കിവിടെ വരുന്നത്. ഒരു 2D ലോഗോയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഏതായാലും പ്രാക്ടിക്കലി ആ സെയിം തന്നെയാണ്. പക്ഷേ അതിനകത്ത് വന്നിരിക്കുന്ന കുറച്ച് ഡിസൈൻ ചേഞ്ചസ് നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണുമ്പോൾ തന്നെ നല്ലൊരു രസം ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിലത്തെ ഗ്രിൽസ് എല്ലാം നമുക്ക് കാണുമ്പോൾ ഒരു പിയാനോ ഫിനിഷ് വന്നിരിക്കുന്ന നല്ല അടിപൊളി, കാണാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലോട്ട് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഹെഡ് ലാമ്പ് യൂണിറ്റിൽ നമുക്ക് പ്രൊജക്ടറാണ് വരുന്നത്, ഹൈ ആൻഡ് ലോ ഇതിൽ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ മേളിലൊരു ഇൻ്റഗ്രേറ്റഡ് DRLസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തൊട്ട് താഴെ തന്നെ ഇൻഡിക്കേറ്റർ ഹാലജൻ ബൾബാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗം കൂടെ ഒന്ന് സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒറ്റ പീസായിട്ട് ഇരിക്കുന്നത് കാണാൻ സാധിക്കും. ആരെങ്കിലൊക്കെ മോഡിഫൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കും. അതിന് തൊട്ട് താഴെ തന്നെ ഫോഗ് ലാമ്പിൻ്റെ പോർഷനാണെന്ന് തോന്നിക്കുമെങ്കിൽ പോലും ഫോഗ് ലാമ്പ് അല്ല, ഇതൊരു ജസ്റ്റ് ഒരു ഫിനിഷ് പോലെ അല്ലെങ്കിൽ ഒരു ഡിസൈൻ പോലെ കൊടുത്തിരിക്കുന്ന ഒരു എലമെൻ്റ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ നമുക്കൊരു ഫോഗ് ലാമ്പ് യൂണിറ്റ് കാണാൻ സാധിക്കും. അതും LED ആണ് വരുന്നത്. ഈ സൈഡിലായിട്ട് ഒരു ചെറിയൊരു പോർഷൻ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നത്. ഫ്രണ്ടിൽ തന്നെ 1, 2, 3 പാർക്കിംഗ് സെൻസേഴ്സാണ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ലൊരു സ്കിഡ് പ്ലേറ്റ്, ഒരു സിൽവർ ഫിനിഷിൽ വരുന്ന ഈ ഒരു സ്കിഡ് പ്ലേറ്റും കാണാൻ നല്ല രസമുണ്ട്. സിൽവറോ അഥവാ ഒരു ഗ്രേ കളറിൽ ഫിനിഷിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്കിഡ് പ്ലേറ്റ് ആണ് നമുക്കിവിടെ വരുന്നത്. ഏതായാലും അതും കാണാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഏതായാലും ഫ്രണ്ട് വൈസ് കൊണ്ട് ഫുള്ളായിട്ട് അതിൻ്റെ ഡിസൈൻ ചേഞ്ച് വന്നപ്പോൾ തന്നെ കാണാനൊരു ഗുമ്മൻ ഫീല്. ഈ ഒരു ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു താഴത്തെ പോർഷനൊക്കെ വലിയൊരു വ്യത്യാസം പറയാനില്ല. ഈ സൈഡിലോട്ട് വരുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മുടെ കണ്ടുപിടിക്കുന്നത് ഈ ഒരു അലോയ് വീലിലോട്ടാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതൊരു അലോയ് അല്ല. കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു അലോയാന്ന് പറയുമെങ്കിൽ പോലും ഇതൊരു ഫ്ലെക്സി വീൽസ് ആണ് വരുന്നത്. അതായത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ടോൺ അല്ലെങ്കിൽ ഒരു ഡ്യുവൽ മെഷീൻ ഫിനിഷ്ഡ് ടൈപ്പ് അലോയ് വീലാന്ന് തോന്നിക്കുമെങ്കിൽ പോലും ഇതെല്ലാം കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് 185, 65, R15 ആണ് വരുന്നത്. നമുക്കിവിടെ ഫ്രണ്ടിൽ ബ്രേക്ക് കാലിപ്പേഴ്സ് ഫ്രണ്ടിൽ വരുന്നുണ്ട്, ബാക്കി ബ്രേക്ക് ഡ്രമ്മും ആണ് വരുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു SUVയുടെ ഫീൽ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു ക്ലാഡിങ്ങും കൂടെ ഇവിടെ വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു SUV ആണെന്ന് പറയും. പക്ഷേ ഇവിടെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതൊരു സബ് 4 മീറ്റർ വാഹനമാണ്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഒരു 7 സീറ്ററാണ്. 7 സീറ്ററിൽ എങ്ങനെ ഒരു സബ് 4 മീറ്റർ അല്ല, അതായത് ആ വാഹനത്തിൽ എത്ര പേർക്ക് ഇരിക്കാൻ സാധിക്കും? ശരിക്കും പറഞ്ഞാൽ ഇതൊരു 7 സീറ്ററാണ്. കുഞ്ഞു പിള്ളേരാണ് ഇരിക്കുന്നതെങ്കിൽ 8 പേർക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഇരിക്കാനും സാധിക്കും. അത് വാഹനത്തിനകത്തോട്ട് കയറുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു റിയർ വ്യൂ മിറർ കാണാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമുക്കിവിടെ വരുന്നുണ്ട്. ഇലക്ട്രിക്കലി ഫോൾഡബിളും ആണ് വരുന്നത്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ടൈപ്പ് മിറേഴ്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. സൈഡിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് പെയിൻറ്റഡ്, അതായത് പിയാനോ ബ്ലാക്ക് പെയിൻറ്റഡിലായിട്ടാണ് കിട്ടുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കീ സിലിണ്ടറും കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. റിക്വസ്റ്റ് സ്വിച്ചോ കാര്യങ്ങളോ ഒന്നും ഇവിടെ അവൈലബിൾ അല്ല. ഇത് അതുപോലെ തന്നെ ഒരു വെറൈറ്റി കീ ഫോബാണ് ഇതിന് വരുന്നത്. അതായത് സാധാരണ എല്ലാം ചെറുതാണെങ്കിൽ ഇത് അത്യാവശ്യം ഒരു കുഞ്ഞൻ മൊബൈൽ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഈ ഒരു കൈക്കകത്ത് ഒതുങ്ങുന്ന ഇത്രയും പോർഷൻ്റെ വലിപ്പം ഇതിന് വരുന്നുണ്ട്. പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് പോകാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. പക്ഷേ കാണാൻ ഒരു വെറൈറ്റിയാണ്, ഒരു വലിയ റിമോട്ട് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ലോക്ക്, അൺലോക്ക്, ഇനി ലൈറ്റ് ഓണും ഇതിനകത്ത് വരുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം എവിടെയെങ്കിലും നമ്മൾ ഈ വാഹനം കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഈ ലൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തത്, പക്ഷേ ഇതിന് സൺലോഡ് സെൻസർ വരുന്നുണ്ട്. അതിന് വെട്ടയില്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമേ ഇത് ഓപ്പൺ ആവാനുള്ള ചാൻസ്, മീൻസ് ലൈറ്റ് കത്താനുള്ള ചാൻസ് ഉള്ളൂ. ഇപ്പോൾ ലൈറ്റ് കത്തുന്നില്ല. നമുക്ക് ബൂട്ടും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഓപ്പണിൻ്റെ സ്വിച്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വാ,
ഏതായാലും വാഹനത്തിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ ഓപ്പൺ ആകുന്നുണ്ട്. ഈ ഒരു കീ ഫോബിൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇത് പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ വാഹനത്തിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരം മാറുകയാണ്. ഇപ്പോൾ ആ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കായി. അതായത് ഞാൻ ലോക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഓട്ടോ ലോക്ക് നമുക്കിവിടെ കിട്ടുന്നു. ലോക്ക് ആൻഡ് അൺലോക്ക്. ഇനി ഞാൻ വാഹനത്തിൻ്റെ അടുത്തോട്ടൊന്ന് അപ്രോച്ച് ചെയ്യുകയാണ്. നിങ്ങൾ നോക്കിക്കോണം. ഞാനിപ്പോൾ അപ്രോച്ച് ചെയ്തു. എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഇപ്പം റിക്വസ്റ്റ് സ്വിച്ച് ഇല്ലാത്തതിൻ്റെ മെയിൻ കാര്യം നമുക്കിപ്പോൾ മനസ്സിലായി. റിക്വസ്റ്റ് സ്വിച്ചിൻ്റെ ആവശ്യമില്ല. കാരണം കീ ഫോബ് നമ്മുടെ പോക്കറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇത് ലോക്ക് ആൻഡ് അൺലോക്ക് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇനിയിപ്പോൾ ഇത് ഓപ്പൺ ആണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയിക്കോളും. ഇനി നമ്മൾ കുറച്ച് ദൂരത്ത് നിന്ന് ആർക്കെങ്കിലും വേണ്ടി ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. തൊട്ട് താഴോട്ട് വരുമ്പോൾ ഇവിടെ എല്ലാം സ്റ്റിക്കർ വർക്ക്സ് പോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതിനൊരു ഗുമ്മും കൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എവിടെയെങ്കിലേക്ക് ഡോർ തട്ടുകയാണെങ്കിൽ പോലും പെയിൻറ്റിന് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഇനി മേളത്തെ പോർഷനിലോട്ട് പോകുന്ന സമയത്ത് നമുക്കിവിടെ ഒരു റൂഫ് റെയിൽ കാണാം. പ്രാക്ടിക്കൽ റൂഫ് റെയിലാണ് വരുന്നത്. അതായത് 50 കിലോ വരെ സപ്പോർട്ട് ചെയ്യുന്ന റൂഫ് റെയിൽസാണ്. അതായത് ഒരു പൈപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് കുറേ സാധനങ്ങളൊക്കെ ഇതിൻ്റെ മേളിലോട്ട് വെക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിക്ക് നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകാൻ സാധിക്കും. അതൊരു വലിയൊരു ആശ്വാസം ഉണ്ടാക്കുന്ന കാര്യം. കാരണം വാഹനത്തിനകത്ത് സ്ഥലമില്ലെങ്കിൽ പോലും മുകളിൽ നമുക്ക് സുഖമായിട്ട് വെക്കാൻ സാധിക്കും. ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ ഒരു വലിയ ഗ്ലാസ് ഏരിയ കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ബാക്കിലത്തെ ശരിക്കും നല്ലൊരു ഫീലാണ്. ബാക്കിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് ഏകദേശം നമ്മുടെ ഒരു ഹൈറ്റിന് തന്നെയാണ് നമുക്ക് ബാക്ക് ഈ ഒരു പോർഷൻ, അതായത് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും കൃത്യമായിട്ട് ഔട്ട്സൈഡ് കാണത്തക്ക രീതിയിലൊരു വൈഡ് ഓപ്പൺ വിൻഡോ തന്നെയാണ് നമുക്കിവിടെ കിട്ടുമെന്ന് പറയാൻ സാധിക്കും. ബാക്കിലോട്ട് വരുമ്പോൾ ബാക്കിലത്തെ ബ്ലാക്ക് കളർ ഡോർ ഹാൻഡിൽസ് തന്നെയാണ്. അത് പിയാനോ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ്. ബാക്ക് സൈഡിലൊരു ക്വാർട്ടർ ഗ്ലാസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏതായാലും ഈ ക്വാർട്ടർ ഗ്ലാസ്സിൽ കൂടെ ബാക്കി ഇരിക്കുന്നവർക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് തന്നെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഫ്യൂൽ ലിഡ് വരുന്ന ഈ റൈറ്റ് സൈഡിലാണ്. അത് കഴിഞ്ഞ് ബാക്കിലോട്ട് വരുന്ന സമയത്ത് പിന്നെയും ഈ ക്ലാഡിങ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് കിടുവാണ്. ഇത് നേരെ ബാക്ക് ബമ്പറിലോട്ട് കയറുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ബാക്ക് സൈഡിലെ ടെയിൽ ലൈറ്റും കൂടെ നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരുന്ന കാണാൻ സാധിക്കും. ഇതെല്ലാം LED ആണ്. ഒട്ടുമിക്ക കാര്യങ്ങളും LED ആണ്. പക്ഷേ ഇതിനകത്ത് റിവേഴ്സ് ലൈറ്റ് വരുന്ന ഹാലജൻ ബൾബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ നമുക്ക് ഏതായാലും ഒന്ന് കത്തിച്ച് നോക്കാം. അപ്പോൾ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും എന്താണെന്നുള്ളത്. റിവേഴ്സ് ലൈറ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പാർക്ക് ലൈറ്റ് കാണാൻ സാധിക്കും. റിവേഴ്സ് വരുന്ന നമുക്ക് ഹാലജൻ തന്നെയാണ്. പാർക്കും കാണാം. നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും കാണാം. ഇനി ഞാൻ ബ്രേക്കും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ബ്രേക്ക് ലൈറ്റ് ഓൺ ആണ്. ബ്രേക്ക് ഓഫ്, ബ്രേക്ക് ഓൺ, ബ്രേക്ക് ഓഫ്. ഏതായാലും കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വരുന്നില്ല. ബ്ലാക്ക് ഫിനിഷ്ഡ് എലമെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലോഗോ നമുക്ക് കാണാൻ സാധിക്കും. കുറേ കൂടെ എടുത്ത് നിൽക്കുന്ന ഒരു ഫീൽ തന്നെയാണ് ഈ ഒരു പുതിയ ലോഗോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൊട്ട് താഴെ തന്നെയായിട്ട് ഡ്രൈവർ എന്നുള്ളൊരു റൈറ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കും. അതും കാണാൻ നല്ല രസം ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ പറയാൻ വിട്ട ഒരു കാര്യം, ഇതിൻ്റെ റൂഫ് ആൻറ്റിന വരുന്നത് ആ ഒരു ഓൾഡ് സ്കൂളിൽ നിന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന പോലത്തെ ഒരു റൂഫ് ആൻറ്റിനയാണ് വരുന്നത്. അതായത് ഷാർഫിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല, കൊണ്ടുവരായിരുന്നു എന്നുള്ളൊരു തോന്നൽ. അതുപോലെ തന്നെ ബാക്കിലത്തെ പോർഷനിലോട്ട് വരുമ്പോൾ ഒരു ചെറിയൊരു ഹമ്പ് പോലെ, അഥവാ കുറച്ചൊന്ന് പൊങ്ങിയിരിക്കുന്ന ഒരു പോർഷൻ കാണാൻ സാധിക്കും. അതായത് നമ്മുടെ AC-യുടെ വെന്റ് സൂട്ടാക്കാനും അതുപോലെ അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ കയറിപ്പോകാനാണ് ഇങ്ങനെ ഒരു ഹമ്പ് പോലെ നമുക്ക് മേളിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ താഴെ നോക്കുമ്പോൾ നമുക്കത് ഒട്ടും തന്നെ ഫീൽ ചെയ്യുന്നില്ല, അങ്ങനെ ഒരു പോർഷൻ അവിടെ ഉണ്ടെന്ന് പോലും. അതുപോലെ തന്നെ നമുക്കിതൊരു ഡ്യുവൽ ടോൺ ആണ് വരുന്നത്. മേളിൽ ബ്ലാക്കും താഴെ ബോഡി കളറുമാണ്. അപ്പം ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെ ഇവിടം കൊണ്ട് കട്ട് ചെയ്ത് അങ്ങ് തീരുകയാണ്. അന്നേരം ഈ ഒരു സ്പോയിലർ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഒരു ചെറിയൊരു സ്പോയിലർ യൂണിറ്റിൽ കൂടെ കയറി വരുന്ന ഒരു രീതി തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പിൽ നമുക്കൊരു ഹൈ സ്റ്റോപ്പ് ലാമ്പും കാണാൻ സാധിക്കും. സ്ക്രീൻ വാഷിൻ്റെ വാഷർ യൂണിറ്റും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു വൈപ്പർ ബ്ലേഡും ഡീഫോഗേഴ്സും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാക്കിൽ 3 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. 1, 2, 3 പാർക്കിംഗ് സെൻസേഴ്സ്. ഇതെല്ലാം കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഓരോന്നും കുറയ്ക്കുന്ന കാരണം മിക്ക വാഹനങ്ങളിൽ 4 വരുന്ന സ്ഥാനത്ത് ഇവിടെ 3 ആക്കി. ഇപ്പോൾ ഒരെണ്ണം കുറഞ്ഞപ്പോൾ അത്രയും കൂടെ പ്രൈസ് കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു 7 സീറ്റർ എന്ന് പറഞ്ഞൊരു കാര്യം. ഒരു റിഫ്ലക്റ്റേഴ്സ്, 2 റിഫ്ലക്റ്റേഴ്സ് നമുക്ക് ഈ പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അതും നല്ലൊരു കാര്യമാണ്. സെഗ്മെൻറ്റ് വൈസ് ഏറ്റവും ബൂട്ട് സ്പേസ് ഉള്ളൊരു വാഹനമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും. അതായത് ഇത്രയും ബൂട്ട് സ്പേസ് ഒരു സബ് 4 മീറ്റർ വാഹനത്തിന് വേറെ കിട്ടില്ല. കളിയാക്കിയതല്ല, വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ളൊരു സ്വിച്ച് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സിലെ ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തോന്നും 82 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അപ്പോൾ ഇവരെന്താ ഇത്രയും ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞതിൻ്റെ കാര്യമൊന്നൊരു ഡൗട്ട് വന്നാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് സാധാരണ ഫോൾഡ് ചെയ്യുന്ന പോലെ ഫോൾഡ് ചെയ്തു. ഇപ്പോൾ പിന്നെയും സ്ഥലം കൂടി. ഇത് ഇപ്പോൾ ഏകദേശം ഒരു 600 സംതിങ്ങോളം നമുക്ക് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഫോൾഡ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഫ്രണ്ടിലത്തെ സീറ്റും കൂടെ. അതായത് സെക്കൻഡ് റോയിൽ നിങ്ങൾക്ക് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. ഇതും ഫോൾഡ് ചെയ്യാം, ഇതും ഫോൾഡ് ചെയ്യാം. അതായത് ഇതൊരു 60-40 സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. ഇതൊരു 60 വരുന്നുണ്ട്, ഇതൊരു 40 വരുന്നുണ്ട്. അപ്പോൾ 40 നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടെ ലഗേജസ് കയറും. ഇതൊന്നും അല്ല ഇതിൻ്റെ മെയിൻ കാര്യം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സീറ്റും കൂടെ ഫോൾഡ് ചെയ്താൽ ഇത്ര ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും നല്ലൊരു ഏരിയ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ഇവിടെ നിന്ന് ഇത്ര ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ എത്ര ഏരിയ കിട്ടുമെന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഏരിയ കൂടുതൽ കിട്ടിയാലോ? വളരെ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. അതായത് ഇതിൻ്റെ ബാക്കിലത്തെ സീറ്റ്, അതായത് ഈ സീറ്റ് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. അതൊരു നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം
ചുമ്മാ ഇങ്ങനെ പൊക്കി എടുക്കാൻ പറ്റും. ഇത് ഊരിയെടുക്കാം. അതുമാത്രമല്ല ഇതിൻ്റെ ഒരു ബേസ്, ഈ ബേസ് നമുക്ക് ഊരിയെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇവനെ നമുക്ക് ഈ ലോക്കിൻ്റെ ഇങ്ങനെ പൊക്കിയെടുത്ത് പുറത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇതിൻ്റെ ഏരിയ ഒന്ന് നോക്കിക്കേ, ഇത്രയും സ്ഥലം പിന്നെയും കിട്ടുകയാണ്. അതായത് അതും കൂടെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഏരിയ നമുക്ക് കിട്ടുക. ശരിക്കും പറഞ്ഞാൽ വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അത്രയും ബൂട്ട് സ്പേസ് കിട്ടുക എന്ന് പറയുമ്പോൾ ചില്ലറ കാര്യമല്ല. ഇതുപോലെ തന്നെ ഈ സീറ്റ് നമുക്ക് അഴിച്ചെടുക്കാൻ സാധിക്കും. അടിപൊളിയല്ലേ? അതുപോലെ തന്നെ ആ ഒരു സീറ്റിൻ്റെ കേസിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇത്രത്തോളം സ്പേസും കിട്ടും. ഇനി ഇപ്പോൾ ഈ കാണുന്ന പോലെ എല്ലാവർക്കും ഇരിക്കാനും പറ്റും. നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ലേ? എനിക്കും ഇഷ്ടപ്പെട്ടു. കാരണം ബഡ്ജറ്റ് ഫാമിലി കാർ, അത് ഒരു 7 പേർക്ക് യാത്രയാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനൊരു 7 സീറ്റർ വാഹനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ പറയാം. ഇനി നമുക്ക് ഈ വാഹനത്തിനകത്തോട്ടൊന്ന് കയറി അകത്തെ വിശേഷങ്ങളൊന്ന് നോക്കാം. വാ, അപ്പോൾ നമുക്ക് വാഹനത്തിനകത്തോട്ടൊന്ന് കയറാം. ആദ്യം തന്നെ ഡോറ് തുറക്കുമ്പോൾ നമുക്ക് ഈ ഡോർ പാഡ് തൊട്ട് തുടങ്ങാം. മിറേഴ്സ് ഫോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മിറർ ഫോൾഡ് ആയിട്ടുണ്ട്, നമുക്ക് കാണാം. ഇനി മിറർ അപ്പാക്കാം. റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഡ്രൈവർ സൈഡ് ഓട്ടോ ഡൗൺ, അതായത് 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പും ആണ് വരുന്നത്. ബാക്കിയുള്ള എല്ലാം പവർ വിൻഡോസ് പ്രസ് ചെയ്യുന്നതനുസരിച്ച് താഴോട്ടും മേലോട്ട് പ്രസ് ചെയ്യുന്നതനുസരിച്ച് മേലോട്ടും പോകുന്ന രീതിക്കാണ് ബാക്കി 3 സ്വിച്ചും വരുന്നത്. വിൻഡോസ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോക്ക് സ്വിച്ചും വരുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ട് താഴെ ഒരു 1 ലിറ്ററിൻ്റെ മേലോട്ട് തന്നെ ഒരു കപ്പ് ഹോൾഡർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മീൻസ് ഒരു കുപ്പിയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഹോൾഡർ വരുന്നുണ്ട്. സൈഡിലും എന്തെങ്കിലുമൊക്കെ ഒരു പോക്കറ്റിൽ എന്തെങ്കിലും വെക്കാനും സാധിക്കും. സ്പീക്കർ യൂണിറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ട്യൂട്ടർ യൂണിറ്റ് മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ വാഹനത്തിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഈ സൈഡ് ഫുള്ള് വേക്കൻ്റ്. മിക്ക വാഹനങ്ങളും നമുക്ക് ഈ ഒരു സൈഡ് ഫുള്ള് കാര്യങ്ങൾ കാണാൻ സാധിക്കും. അവിടെ എല്ലാം വേക്കൻ്റ് ആണ്. ഇവിടെ കീ സിലിണ്ടർ ഇല്ല. അതിൻ്റെ അർത്ഥം ഇതൊരു പുഷ് സ്റ്റാർട്ട് വാഹനം തന്നെയാണെന്നാണ്. ഇവിടെ ഒരു AC വെൻ്റ് കാണാം. ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു ടെക്സ്ചർ നല്ല രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെ പോകുന്നുണ്ട്. ആ ടെക്സ്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എവിടെയൊക്കെയോ റെനോൾട്ടിൻ്റെ ഒരു ചെറിയൊരു ലോഗോയുടെ കട്ടിങ് തന്നെ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, ഇതിനകത്തൊരു 7 ഇഞ്ചിൻ്റെ ക്ലസ്റ്റർ മീറ്ററുമാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാം. ഡോർ ഓപ്പൺ എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ആനിമേഷനിലാണ് അത് ഓണായി വരുന്നത്. എല്ലാം കാര്യങ്ങളും, അതായത് ഇപ്പം ഡോർസ്, ബാക്കിലത്തെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ 1 ലിറ്ററിൽ കിട്ടുന്നുണ്ടെന്നുള്ളൊരു ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി ഇവിടെ കാണിക്കുന്നുണ്ട്. ഡോർ ഓപ്പൺ, ബാക്കിയുള്ള വാർണിംഗ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഈ വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ, ചെക്ക് എഞ്ചിൻ ലൈറ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ, അതായത് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി അറിയണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ, അതായത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, ട്രിപ്പ് A വരുന്നുണ്ട്, ട്രിപ്പ് B വരുന്നുണ്ട്, ഇതിങ്ങനെ മാറ്റാൻ സാധിക്കും. ബാക്കി ഇവിടെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മെനു, അതായത് നമ്മുടെ TPMS ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കാണാൻ സാധിക്കും. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സർവീസിൻ്റെ ടൈം, ഇനി എത്ര നാളും കൂടെ ഉണ്ട് സർവീസ്, എത്ര കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ നമ്മൾ സർവീസിന് കൊടുക്കണം, ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഇവിടെ കാണിക്കുന്നതാണ്. ഇതെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഒരു സിമ്പിൾ ഡിസ്പ്ലേ ആണ്. അതായത് വലിയ കാര്യമായിട്ടോ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതി ഇതിനകത്ത് വരുന്നില്ല. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൻ്റെ ക്ലസ്റ്റർ മീറ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ സൈഡിലെ സീറ്റിലോട്ട് കയറുമ്പോൾ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സീറ്റ് എല്ലാം മാനുവൽ ആണെന്നേ ഉള്ളൂ, പക്ഷേ എല്ലാം ഓപ്ഷൻസ് നമുക്കിവിടെ വരുന്നുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ടെലിസ്കോപ്പിക് ഇല്ല. നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് ടിൽറ്റ് നമുക്ക് സെറ്റ് ചെയ്തിടാൻ സാധിക്കും. തന്നെ നമുക്ക് ഈ സ്റ്റിയറിംഗ് വീല് കാണുമ്പോഴത്തേക്കും തന്നെ നല്ല ഗുമ്മൻ ഫീലാണ്. പുതിയ ലോഗോയും കാര്യങ്ങളൊക്കെ, മീൻസ് ആ ലോഗോ തന്നെ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൽ വന്നിരിക്കുന്നത്. റൈറ്റ് സൈഡ് ഫുള്ള് നമ്മുടെ ക്ലസ്റ്റർ മീറ്ററും ക്രൂയിസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ വരുന്നത് നമ്മുടെ മീഡിയയുടെ ഫുള്ള് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതായത് കോൾ അറ്റൻഡ് ചെയ്യുക, കോൾ കട്ട് ചെയ്യുക, മ്യൂട്ട് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കോമ്പിനേഷൻ സ്വിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് പൊസിഷൻ, പാർക്ക് പൊസിഷൻ, ഹെഡ്ലൈറ്റ് ഓൺ, അതുപോലെ തന്നെ ഓട്ടോ ഫീച്ചറും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി ഫോഗ് ലാമ്പ് ഓൺ ചെയ്യുന്നെങ്കിൽ ഇതൊന്ന് പൊക്കി വിട്ട് കഴിഞ്ഞാൽ ഫോഗ് ലാമ്പ് ഓൺ ആണ്. ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ഓഫാണ്. ഹൈ ബീം മേളിലോട്ടാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ റിയർ വൈപ്പറിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഫ്രണ്ടിലത്തെ വൈപ്പർ മിസ്റ്റ് കൺട്രോൾ, എത്രത്തോളം നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്യണം, അതായത് നമുക്ക് എത്രത്തോളം സ്പീഡിൽ കൺട്രോൾ ചെയ്യണമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പീഡ്, അതുപോലെ തന്നെ ഓട്ടോ ഫീച്ചർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ഓട്ടോ എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു സെൻസർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ റെയിൻ സെൻസറും വരുന്നുണ്ട്, ലൈറ്റ് സെൻസറും കൊടുത്തിട്ടുണ്ട്. പുറത്തെ ഗ്ലാസ്സിലാണ് അത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ ഗുമ്മനായിട്ടുള്ള ഫീച്ചേഴ്സോ കാര്യങ്ങളോ പറയത്തില്ല, പക്ഷേ എന്നാലും ആവശ്യത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ കിട്ടുന്നുണ്ട്. സ്മാർട്ട് ഫോൺ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതും വയർലെസ് ആയിട്ട് തന്നെ. ഈ ഒരു ബഡ്ജറ്റിൽ പോലെ നമുക്ക് വയർലെസ് ആയിട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമൊന്നുമല്ല, ഒരു വലിയ കാര്യമാണെന്ന് തന്നെ ഞാൻ പറയും. സംഗതി കിടുവാണ്. അതുപോലെ തന്നെ തൊട്ട് താഴെ ഒരു 2 AC വെൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റിലോട്ടും ഇത് ലെഫ്റ്റിലോട്ടും ഇട്ട് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. തൊട്ട് താഴെയായിട്ട് ഇതിൻ്റെ കൺട്രോൾസ് എല്ലാം, അതായത് സാധാരണ ഈ സൈഡിൽ വരുന്ന കൺട്രോൾസ് എല്ലാം ഇപ്പോൾ നമുക്ക് സെൻറ്റർ പോർഷനിലോട്ടാണ് വന്നിരിക്കുന്നത്. അതും കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് സ്വിച്ചാണ് ഇവിടെ വരുന്നത്. അത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാൻ സാധിക്കും. ലോക്ക് ആൻഡ് അൺലോക്ക്, ഇതിപ്പോൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെഡ് ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ലോക്ക് എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഓൾഡ് സ്കൂളാണെന്ന് പോലെ തോന്നുന്നുണ്ട്. അതായത് നമ്മുടെ
പുള്ളിങ് ടൈപ്പ്, അതായത് പഴയ 800-ലൊക്കെ വരുന്ന ആ ഒരു നൊസ്റ്റയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് ഇത് കണ്ടപ്പോഴേക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹസാർഡിൻ്റെ ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും, ഡിഫോഗറിൻ്റെ ബട്ടൺ നമുക്കിവിടെ കാണാൻ സാധിക്കും. പാർക്ക് സെൻസർ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഫ്രണ്ടിലത്തെ പാർക്ക് സെൻസർ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഈ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ പോകുന്ന സമയത്ത് ഈ ബീപ്പ് സൗണ്ട് എപ്പോഴും നമുക്ക് കേട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ഈ പാർക്ക് സെൻസർ ഓഫ് ചെയ്യാം. പക്ഷേ പഠിക്കുന്ന ആൾക്കാർക്കും ഇങ്ങനത്തെ ഒരു ഫ്രണ്ടിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ആക്കി ഇടുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ തൊട്ട് താഴെ നമുക്ക് എ സിയുടെ മാനുവൽ കൺട്രോൾസ് എല്ലാം കാണാൻ സാധിക്കും. അതിനകത്ത് നമുക്ക് വരുന്ന ഏത് പൊസിഷനിലോട്ട് എ സിയുടെ ഫ്ലോ പോകണമെന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എ സിയുടെ ഫാൻ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് സർക്കുലേഷൻ ഈ താഴത്തെ പോർഷനാണ് കൊടുത്തിരിക്കുന്നത്. എ സിയുടെ ടെമ്പറേച്ചറും എ സിയുടെ ഓൺ ഓഫ് സ്വിച്ചും ഇവിടെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് തൊട്ട് താഴെ നമുക്ക് മൊബൈൽ ഫോണോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഹോൾഡ് ചെയ്യാനും വെക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അത് കഴിഞ്ഞ് തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും ഒരു എ ടൈപ്പ് പോർട്ടാണ് കിട്ടുന്നത്. അതൊരു ചാർജിങ് പോർട്ടായിട്ടും എടുക്കാം, നമുക്ക് ഫോൺ ഇതിലോട്ട് കണക്ട് ചെയ്യാനായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു ചാർജിങ് പോർട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. ക്രൂയിസ് കൺട്രോൾ ഒരു സ്വിച്ച് ആയിട്ടാണ് നമുക്കിവിടെ വർക്ക് ചെയ്യുന്നത്. കണ്ടോ, നമുക്ക് ഈ സ്വിച്ച് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. നല്ല രസമുണ്ട് അത് കാണാൻ തന്നെ. താഴെ വരുമ്പോൾ ഒരു വയർലെസ് ചാർജിങ് പാഡാണ് കിട്ടുന്നത്. ഒരു കൂളിംഗ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഹോളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കുന്നത്. അത് ഓൺ ഓഫ് സ്വിച്ച് നമുക്ക് കൊടുക്കുന്നുണ്ട്. ഇത് പലപ്പോഴും പല സ്ഥലങ്ങളിലും മിസ്സിംഗ് ആണ്. പലരും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ മീറ്റർ തന്നെയാണ് ഇതിൻ്റെ സെറ്റിങ്സ്, അതായത് ഓൺ ഓഫ് സെറ്റിങ്സ് ഒക്കെ വരുന്നത്. ചിലതിന് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലാണ് വരുന്നത്. പക്ഷേ ഇതുപോലെ ഒരു പ്രാക്ടിക്കൽ സ്വിച്ച് അവിടെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫോൺ ഞാൻ വെക്കുന്ന സമയത്ത് അത് ചാർജ് ആകണ്ട എന്നുള്ളൊരു കണ്ടീഷനാണ് ഞാൻ വെക്കുന്നതെങ്കിൽ എനിക്ക് ഈ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അങ്ങ് ഓഫ് ചെയ്താൽ മതി. അതൊരു നല്ല കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ചാർജ് ആകുന്നതായിരിക്കത്തില്ല. തൊട്ട് താഴെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു മാനുവൽ വാഹനമാണ്, ഒരു 5 സ്പീഡ് മാനുവൽ വാഹനമാണ് ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത്. ഗിയർ ലിവർ നോബ് നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രസമായിട്ട് ആ ലോഗോ തന്നെ, അതായത് റെനോയുടെ ലോഗോ ആണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ റിവേഴ്സ് മേളിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് മേളിലോട്ട് പുഷ് ചെയ്തിട്ട് വേണം റിവേഴ്സ് ഇടേണ്ടത്. ബാക്കിയുള്ള വാഹനങ്ങൾ പോലെയല്ല. ഇനി റിവേഴ്സ് ഇടുന്ന സമയത്ത് ക്യാമറയുടെ ക്ലാരിറ്റിയും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ക്യാമറ ക്ലാരിറ്റിയാണ്. ഏതായാലും ഒരു ഓക്കെ ഫീൽ എന്നേ ഞാൻ പറയത്തുള്ളൂ. ഭയങ്കര ഒരു ഗുമ്മൻ ക്ലാരിറ്റി എന്നൊന്നും പറയത്തില്ല, ജസ്റ്റ് ഒരു ഓക്കെ ഫീൽ. അതുപോലെ തന്നെ ബമ്പറിൻ്റെ പോർഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുള്ളത് തന്നെ വലിയ കൃത്യമായിട്ട് തന്നെ നമുക്ക് റിവേഴ്സ് എടുക്കാനും സാധിക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവ് സൈഡായിട്ട് തന്നെ നമുക്ക് പറയാം. അതായത് എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ബമ്പറിൻ്റെ പോർഷൻ കാണുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തത കിട്ടും, എത്രത്തോളം ഇനി ബാക്കിലോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ആ ഒരു കാര്യത്തിലും നല്ല കാര്യമാണ് നമുക്ക് പറയാം. അതുപോലെ തന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സൈഡിലൊരു കൂൾഡ് ഗ്ലോ ബോക്സ് അഥവാ ഒരു അഡീഷണൽ ബോക്സും കൂടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇത്ര ഏരിയ വരുന്നുണ്ട്. കൂളിംഗ് നോബ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊരു കൂളിംഗ് ഏരിയ ആണ് നമുക്കിവിടെ വരുന്നത്. ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു കൂളിംഗ് നോബ് നമുക്കിവിടെ വരുന്നുണ്ട്. അത് ഓൺ ആൻഡ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തണുപ്പിച്ചൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം നമ്മളൊരു കൂൾ ഡ്രിങ്ക്സോ കാര്യങ്ങളൊക്കെ മേടിച്ച് ഈ ഒരു കൂൾഡ് എയർ കൊണ്ട് തന്നെ അത് തണുപ്പിച്ച് വെക്കുന്നതായിരിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു മാനുവൽ ഹാൻഡ് ബ്രേക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഡ്രൈവർ സൈഡിലെ സൺവൈസർ കാണാം, ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇവിടെ മേളിലൊരു മൈക്ക് യൂണിറ്റ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് LED ലൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും നല്ലൊരു കാര്യമാണ് LED ലൈറ്റ് കൊടുത്തത്. അതുപോലെ തന്നെ റിയർ വ്യൂ മിറർ കാണാൻ സാധിക്കും. മാനുവൽ ഡിമ്മിങ് ഫീച്ചർ വരുന്ന ഒരു റിയർ വ്യൂ മിററും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതും നല്ലൊരു കാര്യമാണ്. നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ ഒരു നോബാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ലിവർ യൂസ് ചെയ്താണ് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഏതൊരു ഹൈറ്റ് വേണം ആ ഒരു ഹൈറ്റിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് കോ ഡ്രൈവർ സീറ്റിലോട്ട് ഇരിക്കുകയാണ്. ഇത് ഒത്തിരി ബാക്കിലോട്ടാണ് ഇറക്കിയിട്ടിരിക്കുന്നത്. ഞാനതിൻ്റെ അത്യാവശ്യം എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി ഞാൻ ഇടുകയാണ്. യെസ്, ഇപ്പം എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അടിപൊളി, തട്ടിയില്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തട്ടിയിട്ടില്ല. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാനോ ഓപ്പൺ ചെയ്യാനോ, നമുക്ക് വേണമെങ്കിൽ കൂൾഡ് ഗ്ലോ ബോക്സ് ആക്കാൻ സാധിക്കും. ഇത് ഓപ്പൺ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ക്ലോസ് ചെയ്തിടാം. ഓക്കെ, അതും നല്ലൊരു ഫീച്ചറാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ ഇവിടെ ഒരു ഏരിയ കാണാം. ഫ്യൂസിൻ്റെ ഏരിയ ആണ് നമുക്കിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഫ്യൂസിൻ്റെ ഏരിയ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇവിടെ നോക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അത് സെറ്റാക്കി. ഇനി ഇത് ക്ലോസ് ചെയ്തിട്ട് ഒരു ഗ്ലോ ബോക്സ് കൂടി ഞാനിവിടെ കാണിച്ചു തരാം. ഈ കാണുന്നതും ഒരു ഗ്ലോ ബോക്സ് ആണ്. അതായത് ഡ്യുവൽ ഗ്ലോ ബോക്സ് വരുന്നൊരു വാഹനമാണ്. നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. എന്തെങ്കിലും ഫോണോ കാര്യങ്ങളൊക്കെ നമുക്ക് വീഴാതെ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് അതും ക്ലോസ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണെന്ന് ഞാൻ പറയത്തില്ല. സംഗതി കിടുവാണ്. ഇവിടെ ഒരു സ്വിച്ചും അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ലൈറ്റോ കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ. എന്തിനാ അവിടെ അങ്ങനെ? എനിക്കൊന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനൊരു സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്വിച്ചല്ല, എനിക്കൊന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പുറത്തോട്ട്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പുറത്തോട്ട് ചാടാൻ വേണ്ടി വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അങ്ങനെ കൊടുത്തിരിക്കുന്നതാണെന്ന് വിശ്വസിക്കാം. ഏതായാലും സംഗതി അതും കിടുവാണ്. അതുപോലെ തന്നെ നമുക്കൊരു സൺവൈസറിൽ ലൈറ്റോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ മുഖമൊക്കെ നോക്കി നല്ല സെറ്റാക്കാൻ സാധിക്കും. എയർ ബാഗിൻ്റെ വാർണിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഏതായാലും ഓവറോൾ ഈ ഒരു സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഇവിടെ ഏതായാലും ആംറസ്റ്റ് വരുന്നില്ല. ഡ്രൈവർ സൈഡിൻ്റെ ആംറസ്റ്റ് കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ എനിക്കിവിടെ ഒരു നെഗറ്റീവ് സൈഡ് തോന്നി. ഇത് ഇട്ടുകൊണ്ട് ഗിയർ ഇടാൻ ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തായിരുന്നു. അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു രീതി എന്ന് എനിക്ക് തോന്നുന്നു. ഇതെല്ലാം കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ ഡ്രൈവർ സൈഡിൽ മാത്രം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ആംറസ്റ്റ് വരുന്നതെന്ന് കോ ഡ്രൈവർ സൈഡിൽ ഒരു ആംറസ്റ്റ് ഇല്ലാത്തത് ചെറിയൊരു മോശമായി പോയെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഓവറോൾ അടിപൊളിയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതും കൂടി ഞാൻ എടുത്ത് പറയുകയാണ്. അതുപോലെ തന്നെ ഫാബ്രിക് മെറ്റീരിയലാണ് നമുക്ക് സീറ്റിന് കിട്ടുന്നത്. ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റും നമുക്കിവിടെ വരുന്നുണ്ട്. ഒരു ക്ലോത്ത് മെറ്റീരിയലാണ്. ഈ ഡിസൈൻസ് എല്ലാം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. റെനോയുടെ തന്നെ സെയിം ഡിസൈൻസ് ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഇവിടെ ടെക്സ്ചർ പോലെ തന്നെ ഇങ്ങനെ കൊടുത്ത് നല്ല കിടുവാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ഏതായാലും ഇനി ബാക്കിലും കൂടി ഇരുന്നിട്ട് ബാക്കിലത്തെ കംഫർട്ട് ഒന്ന് നോക്കിയല്ലോ. വാ. ഓക്കെ, ഇനി നമ്മുടെ ബാക്കിലത്തെ റോയിലോട്ട് ഇരിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഫ്രണ്ടിലത്തെ ഈ ഒരു സീറ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നായിരുന്നു. എനിക്ക് കംഫർട്ടബിളായിട്ട് അവിടെ ഇരിക്കത്തക്ക രീതിയിലാണ് ഞാൻ ഈ ഒരു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി ഞാൻ ഈ ഒരു റോയിൽ വന്നിരിക്കുമ്പോൾ തന്നെ നല്ല രീതിക്ക് എനിക്ക് ലെഗ് റൂമും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ഓക്കെ തൈ സപ്പോർട്ടുമാണ് കിട്ടുന്നത്. കാരണം തൈ സപ്പോർട്ടിൽ വലിയ മോശമായിട്ട് പറയാനായിട്ട് ഒന്നുമില്ല. ഒരല്പം കൂടെ കയറ്റിയിട്ടാലും പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു സീറ്റ് ഓക്കെ, ഇവിടം വരെ എനിക്ക് മാക്സിമം കുഴപ്പമില്ല. കാരണം ഞാനിത് ബാക്കിലോട്ട് ഇരിക്കുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ട് വരുമെന്നും കൂടെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇടുന്നത്. ഇതിപ്പം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എനിക്ക് ഫ്രണ്ടിലത്തെ സീറ്റിലോട്ട് ടച്ച് ചെയ്യാതെ ഒരു ഓക്കെ ഫീലിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഏതായാലും ആ രീതിക്ക് നോക്കാം. ഡോർ അടച്ചു. നമുക്ക് നോക്കുമ്പോൾ സെൻറ്ററിൽ AC വെൻ്റ് വരുന്നില്ല. റിയർ AC വെൻ്റ് ഇല്ല ഈ വാഹനത്തിൽ. ഉണ്ട്. അത് വരുന്ന സൈഡിൽ, അതായത് നമ്മുടെ B പില്ലറിലാണ് AC വെൻറ്റുകൾ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഈ സൈഡും ഒന്ന് ഈ സൈഡും കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഫീല് തന്നെയാണ്, അല്ലെങ്കിൽ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അതുപോലെ തന്നെ പല റിയർ AC വരുന്ന വാഹനത്തിലും റിയർ AC കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. ഫ്രണ്ടിലത്തെ പ്രഷർ തന്നെയായിരിക്കും ബാക്കിൽ വരുന്നത്. പക്ഷേ ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ബ്ലോവർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് വേണ്ട സ്പീഡ് എത്രയാണോ ആ ഒരു സ്പീഡ്, ഒരു 3 സ്പീഡ് വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ബാക്ക് സൈഡിൽ മാത്രമല്ല, ഇതിൻ്റെ തേർഡ് റോയിൽ പോലും AC വെൻറ്റുകൾ അവൈലബിൾ ആണ്. നമുക്ക് ബാക്കിലോട്ട് ഇരിക്കുമ്പോൾ അത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഈ ഒരു സൈഡിൽ നിന്ന് ബാക്കിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു സീറ്റിനെ മടക്കി ഇതുപോലെ ആക്കിയതിന് ശേഷം ബാക്കിലോട്ട് കയറാൻ സാധിക്കും. ഇനി ആ ഒരു സൈഡിലെ സീറ്റിൽ നിന്നും കയറാൻ സാധിക്കും. ഞാൻ അപ്പുറത്ത് വന്ന് കാണിച്ചു തരാം. ഏതായാലും ഞാൻ ഇവിടെ നിന്ന് കയറുകയാണ്. കയറി ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ കേബിൾ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഞാൻ ആ തിരിച്ച പോർഷൻ ഞാൻ ഇവിടെയാണ്. അതൊന്നുകൂടെ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇനി ഞാൻ കയറി കഴിഞ്ഞ് ഇവിടെ ഒരു വാണിംഗ് കാണിക്കുന്നുണ്ട്. ഇതെല്ലാവരും ശ്രദ്ധിച്ചോണം. കാരണം നമ്മൾ കയറിക്കഴിഞ്ഞതേ ഇങ്ങനെ ഒരിക്കലും കാല് വയ്ക്കരുത്. കാരണം ഇവിടെ ഈ ലോക്ക് വരേണ്ട പൊസിഷനാണ്. അതുകൊണ്ട് മാക്സിമം നമ്മൾ കാലൊന്ന് മാറ്റി വെച്ചതിന് ശേഷം സീറ്റ് ഇട്ടതിന് ശേഷം മാത്രം മര്യാദയ്ക്ക് കാല് വയ്ക്കാവുള്ളൂ. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഇരിക്കാനാണെങ്കിൽ ടു ബി വെരി ഫ്രാങ്ക് തൈ സപ്പോർട്ട് ഇല്ല. പിന്നെ സീറ്റിങ്ങിൻ്റെ കാല് വെക്കുന്ന രീതി ഒരു ഓക്കെ ഫീൽ എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഒരു സീറ്റ് ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി ബാക്കിലോട്ടാണ് ഇറക്കിയിട്ടിരിക്കുന്നത്. കണ്ടോ, ഇത് കുറേ കൂടെ ബാക്കിലോട്ടും, ഇത് എൻ്റെ ഒരു പൊസിഷനിൽ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞൊരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഇപ്പം എനിക്കിവിടെ സൗകര്യമായിട്ട് ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചാരി നല്ല സൗകര്യമായിട്ട് ഇരിക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു രീതിയിൽ എത്ര നേരം ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ എനിക്ക് കാലിനൊക്കെ വേദന എടുക്കാൻ തുടങ്ങും. കാരണം തൈ സപ്പോർട്ട് എന്ന് പറയുന്ന സാധനം ഇല്ല. എന്നാൽ പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിളായിട്ട് അവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പ്രാക്ടിക്കാലിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ 2 പേർക്ക്, ബാക്കിൽ 3 പേർക്ക്, ഏറ്റവും ബാക്ക് റോയിൽ ഒരു 2 പേർക്ക്, 2 പിള്ളേർക്ക് വളരെ കംഫർട്ടബിളായിട്ട് ലോങ് ഒക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ വലിയ ആൾക്കാർക്ക്, ഇപ്പോൾ എൻ്റെ സൈസുള്ള ഒരാൾക്കൊക്കെ ഇവിടെ പുറകെ വന്നിരുന്ന് കഴിഞ്ഞാൽ കുറച്ചൊരു കഞ്ചഷൻ, കുറച്ചല്ല അത്യാവശ്യം കഞ്ചഷൻ തോന്നും. പിന്നെ AC വെൻ്റ് ഇതുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഒരു ആശ്വാസമാണ്. കാരണം തണുപ്പ് കിട്ടിയ ഒരു യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു കുറച്ചുകൂടെ ഒരു ഓക്കെ ഫീല് തോന്നും. കാഴ്ചകൾ കാണാൻ ഒരുമാതിരി നമ്മുടെ ഫ്ലൈറ്റിലൊക്കെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ നോക്കുന്നത് ആ ഒരു ഫീലാണ്. നല്ലൊരു വിസിബിലിറ്റി എന്ന് ഞാൻ പറയത്തില്ല. കാരണം ഇത്രയും ചാരി ഇരിക്കുന്നുള്ളതുകൊണ്ടായിരിക്കും. ഒരല്പം കൂടെ ഫ്രണ്ടിലോട്ട് കയറുകയാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങിയൊക്കെ നോക്കാനേ സാധിക്കത്തുള്ളൂ. ഈ ഒരു ഗ്ലാസ് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ സെക്കൻഡ് റോ കിടുവാണ്, ഒരു രക്ഷയില്ല. ഇനി നമുക്ക് സെക്കൻഡ് റോയുടെ വിശേഷം ഫുള്ള് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കാണാൻ സാധിക്കും. ഇവിടെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സൈഡിലും ഒരു ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ളൊരു പോർട്ട് കാണാം. സീറ്റ് ബെൽറ്റ് കയറ്റിയിട്ട് ഒച്ച ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടത് ഇങ്ങോട്ട് കയറ്റിയിടാൻ വേണ്ടിയിട്ട് ഒരു പോർഷൻ കാണാനും സാധിക്കും. ഹെഡ് റെസ്റ്റ് 2 പേർക്ക് കൊടുത്തിട്ടുണ്ട്. അതായാലും നല്ലൊരു കാര്യമാണ്. ഇനി ബാക്കിൽ നിന്ന് ഇറങ്ങി വരാൻ എനിക്ക് സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ മടക്കി വെച്ചേച്ചും ഇതിലേ ഇങ്ങനെ ഇറങ്ങാൻ സാധിക്കും. അപ്പോൾ ഏതായാലും ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചോണം, ഒരിടത്തും വിലങ്ങാതൊക്കെ നോക്കിക്കോണം. എവിടെയൊക്കെ ഒന്ന് വിലങ്ങി. ഓക്കെ, ഓട്ടോറിറ്റീസ് ഏതായാലും സംഗതി അടിപൊളിയാണ്. ഇനി ആ സൈഡിൽ നിന്ന് എങ്ങനെ കയറുന്നതെന്ന് കാണിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ ഇപ്പം നമ്മൾ ബാക്കിൽ ആൾക്കാരില്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു പൊസിഷനിലല്ലാതെ എനിക്കിത് ഇത്ര ഇറക്കിയിട്ട് നല്ല സുഖമായിട്ട് ചാരിയും വേണമെങ്കിൽ
ഇതിങ്ങനെ കിടക്കാൻ സാധിക്കും കേട്ടോ, കിടുവല്ലേ. അപ്പോൾ ശരിക്കും ഇതൊരു 5 സീറ്ററായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇതുപോലെ കിടന്ന് യാത്ര ചെയ്യാനും സാധിക്കും. 7 സീറ്ററായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ട് മര്യാദയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ സെൻട്രൽ പാസഞ്ചർ ഇവർ വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. ഹെഡ് റെസ്റ്റ് ഇല്ല, പിന്നെ ഒരു ചെറിയൊരു ഡിസൈൻ കട്ടിങ് മാത്രമേ ഉള്ളൂ. ബാക്കി രണ്ടുപേർക്കും ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ സെൻട്രൽ പാസഞ്ചറിന് സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. ഏതായാലും ഓവറോൾ വാഹനത്തിൻ്റെ ഒരു ലുക്കും അകത്തെ ഡിസൈൻ വൈസും വെച്ച് അടിപൊളിയാണ്. അത് മാത്രമല്ല, എനിക്ക് ഈ വാഹനത്തിൻ്റെ ഒരു സസ്പെൻഷൻ സൈഡ് പറയാൻ ഒരു രക്ഷയില്ല. കാരണം നല്ല കംഫോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഡ്രൈവ് ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ. ഏതായാലും ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് കുറച്ചുകൂടെ കൂടുതൽ വിശേഷങ്ങൾ പറയാം. ഇനി നമുക്ക് എഞ്ചിൻ സൈഡും കൂടെ ഒന്ന് നോക്കാം. ഈ ഒരു സൈഡിൽ നിന്നും കയറാനാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ ഒരു ലിവർ ഫ്രണ്ടിലോട്ട് വലിച്ച് ഇവനെ ഇങ്ങനെ മൊത്തത്തിൽ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പുഷ് ചെയ്യാം. പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ഒരു ഗ്യാപ്പിൽ കണ്ടോ, ഈ ഒരു ഗ്യാപ്പിൽ എനിക്ക് ഉള്ളിലോട്ട് കയറാൻ സാധിക്കും. അതായത് ഇങ്ങനെ ദേ കയറി. ഇതും കംഫോർട്ടബിലിറ്റിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, കംഫോർട്ടാണ്, സംഗതി അടിപൊളിയാണ്. അതിനുശേഷം എനിക്കിത് ബാക്കിലോട്ട് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ ഇടാനും സാധിക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ ശരിക്കും ഞാൻ കുറച്ച് കൺജസ്റ്റഡ് ആകാം കേട്ടോ. അതായത് ഇപ്പോൾ ഫുൾ ബാക്കിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കാല് വെച്ചിരിക്കുന്ന രീതി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, പാടാം. എന്നാൽ മറ്റത് അല്ലെങ്കിൽ ഇത് കുറച്ച് ഫ്രണ്ടിലോട്ട് കയറ്റിയിടാന്നുണ്ടെങ്കിൽ സെറ്റപ്പാണ്. അതിപ്പം ഇതിങ്ങനെ പൊക്കിക്കൊണ്ട് ഇങ്ങനെ വെച്ച് നമുക്കിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കറക്റ്റ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഇപ്പം എനിക്ക് ഓക്കെയാണ്, കാല് വെക്കാൻ സാധിക്കും. ഓക്കെ, കാല് വയ്ക്കാം. ഇപ്പം മുട്ടുന്നില്ല, പക്ഷേ തൈ സപ്പോർട്ട് ഇല്ല എന്നുള്ളൊരു കുറ്റം മാത്രം ഞാൻ നോക്കിയെടുത്തോളം പറയാനിരിക്കുള്ളൂ. സംഗതി ഓവറോൾ കുഴപ്പമില്ല. കാരണം വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത്. ഞാൻ ഇതുപോലെ ഒരു 7 സീറ്റർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏത് വാഹനമാണെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങൾക്ക് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിച്ചെടുത്തു. നല്ല വില കൂടിയൊരു വാഹനമായിരുന്നു, അതൊരു വില കൂടിയൊരു 7 സീറ്റർ ആയിരുന്നു. പക്ഷേ ബാക്കിലോട്ട് കയറാനും ഇറങ്ങാനും ഇത്രയും ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലാത്ത ഒരു വാഹനത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അറിയാവുന്നവർ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് കൂടി ഇട്ടേക്കുക. അതുപോലെ ഇവിടെ എല്ലാം ISO ഫിക്സ് വരുന്നുണ്ട്. നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇത് എഴുതിയിട്ടുണ്ട്. ഇവിടെ താഴെ അതിൻ്റെ ക്ലിപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ISO ഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരുടെ ചൈൽഡ് സീറ്റിനെയാണ് ISO ഫിക്സ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു കൂൾഡ് സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു ചെറിയ ഗ്ലോ ബോക്സ് നമുക്ക് ഇവിടുന്ന് തന്നെ ആക്സസ് ചെയ്യാനും സാധിക്കും. ഒരു 12 വോൾട്ടിൻ്റെ ഔട്ട്പുട്ട് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി സി ടൈപ്പ് ഒന്നും കൊടുത്തിട്ടില്ല. കൊടുക്കായിരുന്നു എന്നൊരു സജഷനാണ്. പിന്നെ കൊടുത്തു കഴിഞ്ഞിട്ട് വില കൂട്ടുന്നത് കഴിഞ്ഞ് നല്ലതാണ് കൊടുക്കാതിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇനി ഈ വാഹനത്തിൻ്റെ ഹൃദയഭാഗം നമുക്കൊന്ന് കാണാം. അതാണ് ഏറ്റവും വലിയൊരു അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു 1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അതിനനുസരിച്ച് നമുക്ക് ഈ വാഹനത്തിന് പവർ കുറവല്ലേ എന്ന് ചോദിക്കുന്ന പലരോടും, കാരണം ഇതൊരു 7 സീറ്റർ ആണെന്ന് ഞാൻ ആദ്യം തന്നെ എടുത്ത് പറഞ്ഞു. 7 സീറ്ററിന് ഒരു 1 ലിറ്റർ എഞ്ചിൻ മതിയോ, അതൊരു 3 സിലിണ്ടർ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു എക്സാമ്പിളാണ് ഈ ഒരു വാഹനം. പിന്നെ പറപ്പിക്കാനോ പൊളിക്കാനോ ഒന്നും പറ്റത്തില്ല. മര്യാദയ്ക്ക് ഓടിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ്. 21 അടുപ്പിച്ച് കമ്പനി പറയുന്നുണ്ട്. ഏകദേശം ഒരു 15 to 16 ഒക്കെ നമുക്കൊരു നോർമൽ രീതിക്ക് ഓടിക്കുന്ന ആൾക്കാർക്ക് മൈലേജ് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതൊരു ഫാമിലി വെഹിക്കിളാണ്. പൊളിച്ച് നടക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് പറ്റുന്നൊരു മോഡലല്ല, എന്നാൽ ഒരു ഫാമിലി രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും കിടും. അത് മാത്രമല്ല, ഇതിൻ്റെ പ്രൈസ് റേഞ്ചിങ് ഇത്രയും വരാൻ കാര്യം തന്നെ ഇതൊരു സബ് 4 മീറ്റർ വാഹനമാണെന്ന് ഞാൻ ആദ്യം തന്നെ എടുത്ത് പറഞ്ഞായിരുന്നു. ഈ ഒരു എഞ്ചിനിൽ നിന്ന് നമുക്ക് 72 PS പവറും 96 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എഞ്ചിൻ റൂം കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. അതായത് കയറി നമുക്ക് ഏതൊരു വർക്ക് ചെയ്യാനും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, അല്ലെങ്കിൽ പറയാൻ വേണ്ടി മാറ്റി വെച്ചൊരു കാര്യമാണ് ഇതിൻ്റെ AC കംപ്രസറിനെ കുറിച്ച്. ഈ ഒരു വാഹനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ബാക്കിൽ AC കിട്ടുന്നുണ്ട്. ബാക്കിൽ AC കിട്ടുന്നുണ്ടെങ്കിൽ ഇതിന് ഒറ്റ ഇവാപ്പറേറ്റർ അസംബ്ലി അല്ല, 2 ഇവാപ്പറേറ്റർ അസംബ്ലി ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. വാ, ഞാൻ കാണിച്ചു തരാം. അതായത് സാധാരണ നമ്മുടെ വാഹനങ്ങളിലെല്ലാം ഇവാപ്പറേറ്റർ അസംബ്ലി വരുന്നത് ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ താഴത്തെ യൂണിറ്റിലാണ്. എന്നാൽ ഇവിടെ ഒരു വ്യത്യാസം വരുന്ന, ഇവിടെയും ഒരു ഇവാപ്പറേറ്റർ അസംബ്ലി വരുന്നുണ്ട്. അതായത് ഈ സീറ്റിന് തൊട്ട് താഴെയായിട്ട് ഒരു ബ്ലോവർ യൂണിറ്റ്, ഇതൊരു ബ്ലോവർ യൂണിറ്റും ഒരു ഇവാപ്പറേറ്റർ അസംബ്ലിയാണ് വരുന്നത്. എന്തിനാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ചെറിയ രീതിക്ക് കോസ്റ്റ് കട്ടിങ് ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ എഫിഷ്യൻസി കൂടുതൽ കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ചുകൂടെ കൂടിയ വാഹനങ്ങളിലൊക്കെ ഇതിൻ്റെ മേളത്തെ റോയിലാണ് ഇതിൻ്റെ കൂളിംഗ് കോയിലും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അത്രയും കൂടെ പൈപ്പ് ലെങ്ത് കാര്യങ്ങളൊക്കെ കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ടെക്നോളജി ഇവർ യൂസ് ചെയ്ത് 2 സൈഡിലോട്ട്, അതായത് 2 B പില്ലേഴ്സിലോട്ടും വെൻറ്റുകളും നേരെ ബാക്കിലോട്ട് 2 വെൻറ്റുകളും കൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിനെ പവർ ചെയ്യിക്കുന്ന ഈ താഴെ കൊടുത്തിരിക്കുന്ന കൂളിംഗ് കോയിലാണ്. പക്ഷേ ഇതിനൊറ്റ കംപ്രസർ തന്നെയാണ് ഇതിനുള്ള വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ഹെഡ്ലൈറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ ഒരു നോബ് കാണിച്ചായിരുന്നു. ആ നോബ് ചെയ്യുന്ന വർക്ക് തേണ്ട ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ നോബിൻ്റെ കണക്ഷൻ വരുന്നത്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചോണം. ഞാനിതൊന്ന് അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം.
ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഹെഡ്ലൈറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് കൃത്യമായിട്ട് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പം ഇതാണ് സംഭവം. എന്തുകൊണ്ടാണ് ഇവിടെ കേബിൾ കൊടുത്തിരിക്കുന്നത് ചോദിച്ചാൽ ഇതും കോസ്റ്റ് കട്ടിങ് തന്നെയാണ്. കാരണം ഇവിടെ ഒരു മോട്ടർ കൊടുക്കുകയാണെങ്കിൽ ആ മോട്ടറിൻ്റെ വയറിങ്ങിൻ്റെ ഒരു സ്വിച്ച് ഇക്കാര്യങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഒരു കേബിൾ കൊടുക്കുകയാണെങ്കിൽ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇനി നമുക്ക് ഈ വാഹനം ഒന്ന് ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഡ്രൈവ് ചെയ്തപ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ കംഫർട്ട് സോണും കൂടെ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ ഹോണും കൂടെ നമുക്കൊന്ന് നോക്കാം. സാധാരണ ടൈപ്പ് ഹോൺ തന്നെയാണ് ഇവിടെ വരുന്നത്. എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇനി നമുക്കൊരു ഡ്രൈവ് ഇറങ്ങാം. ഏതായാലും ഈ വാഹനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് തന്നെയാണ്. ഈ 1 ലിറ്ററിൻ്റേതായ ചില ഡ്രോബാക്കുകൾ നമുക്ക് ഡ്രൈവിങ്ങിൽ ഫീൽ ചെയ്യുന്നല്ലാതെ ഓവറോൾ വാഹനം ഓക്കെ തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഒരു 10-15 കിലോമീറ്ററോളം ഈ വാഹനം ഡ്രൈവ് ചെയ്തു. ആ ഡ്രൈവിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പം ഷെയർ ചെയ്യുന്നത്. ഏതായാലും ഒരു 1 ലിറ്റർ എഞ്ചിനാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് വാഹനത്തിനകത്ത് ഇരുന്ന് തന്നെ മനസ്സിലാവും. പ്രത്യേകിച്ച് ആ ചെറിയ വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ നോർമലി, അത് ഞാൻ പിന്നെയും ആവർത്തിച്ച് പറയുന്നില്ലെന്നേ ഉള്ളൂ, നോർമലി ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഓവറോൾ ഇതിൻ്റെ പവറിൻ്റെ കാര്യമാണ്. കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് അത്യാവശ്യം 2, 4, 6 പേര് ഈ വാഹനത്തിലുണ്ടായിരുന്നു. ഈ 6 പേരെയും സുഖമായിട്ട് ഈ വാഹനം കൊണ്ടുപോയി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം. അതായത് ഒരു 7 സീറ്ററാണ്, വേണമെങ്കിൽ ഒരു 8 സീറ്ററും കൂടെ വേണമെങ്കിൽ ആക്കാം എന്നേ ഞാൻ പറയുന്നുള്ളൂ. അതായത് ഇപ്പം ഇവിടെ 2 പേര്, ബാക്കിൽ ത്രോയിൽ 3 പേര്, അതിൻ്റെ ബാക്കിൽ ത്രോയിൽ 2 പേരാണ് കമ്പനി അവകാശപ്പെടുന്നത്. കുഞ്ഞു പിള്ളേരൊക്കെ ആണെങ്കിൽ 3 പേർക്ക് ഇരുന്നാലും പ്രശ്നമില്ല. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ കേസ് ഒരു രക്ഷയില്ല. കാരണം ഇതുപോലെ സ്മൂത്തായിട്ടുള്ള സ്റ്റിയറിങ് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ, അതാണ് കണ്ടിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പക്ക എന്ന് തന്നെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ കാര്യം വളരെ സ്മൂത്താണ്, ഫ്ലൂയിഡ് ക്ലച്ചാണ് വരുന്നത്. ഏതായാലും സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അതുപോലെ സ്മൂത്താണ്. ഇനി നമുക്കിതിൻ്റെ കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സും നമ്മുടെ ഗട്ടർ റോഡിൽ കൂടെ ഒന്ന് ഓടിച്ച്, അതായത് മോശപ്പെട്ട വഴിയിൽ ഓടിക്കുമ്പോൾ എങ്ങനെയുണ്ട് അതിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ കൂടെ ജസ്റ്റ് ഒന്ന് അറിയാം. ഏതായാലും നമ്മുടെ സ്ഥിരം റോഡ് നമ്മളൊന്ന് കയറുകയാണ്. നമുക്ക് ഏതായാലും നമ്മുടെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ബ്രേക്കേ കാല് വെച്ചിരിക്കുകയാണ്, ബ്രേക്കിൽ നിന്ന് കാലെടുത്തു, എന്നിട്ട് 1, 2 and 3 ഇതേ പുറകോട്ട് ഇറങ്ങി. ഏതായാലും നമുക്ക് കയറിപ്പോവാം. അങ്ങനെ ട്രാക്ഷൻ കൺട്രോൾ വർക്ക് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം ട്രാക്ഷൻ കൺട്രോളിൻ്റെ വർക്കിങ്. അതായത് നമുക്ക് എവിടെയെങ്കിലും സ്ലിപ്പറി ആയി പോകുന്നുണ്ടെന്നുള്ളത് മനസ്സിലാവുന്ന സമയത്ത്, വാഹനത്തിന് മനസ്സിലാവുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഏത് ടയറാണ് സ്കിഡ് ആകുന്നത് ആ ടയറിലോട്ട് ബ്രേക്കിങ് കൊടുത്തുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഓപ്പോസിറ്റ് ടയറിനെ ഡ്രൈവ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ പറയാൻ സാധിക്കുന്നൊരു കാര്യമാണ്. ഇത് നമ്മുടെ സ്ഥിരം ടെസ്റ്റ് ഡ്രൈവാണെന്ന് നിങ്ങൾക്കറിയാം ഈ ഒരു റോഡ്. ഏതായാലും ഈ റോഡിൽ നമ്മൾ പല വാഹനങ്ങളായിട്ട് വരാറുണ്ട്. പല വാഹനങ്ങളുടെയും ഡ്രൈവിൽ നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ ഷോക്ക് അബ്സോർവറിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെയാണ്. ഏതായാലും ഓവറോൾ ഒരു രക്ഷയില്ല. എനിക്ക് ഇതിൻ്റെ സസ്പെൻഷൻ സൈഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് തോന്നുന്നില്ല അധികം ആർക്കും ഇതിൻ്റെ സസ്പെൻഷൻ സൈഡ് അറിയാം. അതായത് ഇത് ഡ്രൈവ് ചെയ്തിട്ടുള്ള അല്ലാത്ത ആൾക്കാർക്ക്, പ്രത്യേകിച്ച് എല്ലാവർക്കും റെനോ എന്ന് പറയുന്നൊരു കമ്പനിയെ, ഇങ്ങനെ ഒരു കമ്പനി, ഏത് കമ്പനി എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, നിങ്ങളിത് ഡ്രൈവ് ചെയ്ത് നോക്കണം. കാരണം ഡ്രൈവ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും ഒരു കമൻറ്റ്സ് പറയാൻ പറ്റില്ല. ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഇത്രയും വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ചൊരു കമൻറ്റ് പറയുന്നതിൻ്റെ കാര്യം. അതുകൊണ്ട് നിങ്ങളും ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക. ഞാൻ ഏതായാലും ഇവരെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പറും കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാൻ. നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ സാധിക്കും. അതിനോട് ഏത് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഏതായാലും ഓവറോൾ ഈ ബഡ്ജറ്റിൽ കിട്ടുന്ന ഒരു 7 സീറ്റർ വേറെ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സംഗതി അടിപൊളിയാണ്. ഒരു ചെറിയ ഏരിയയിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഇത് ഫുള്ളൊന്ന് തിരിച്ചിട്ട് ഒന്ന് വിട്ട് കഴിഞ്ഞാൽ അത് ഈ പവർ സ്റ്റിയറിംഗ് വരുന്ന ഫീല് കണ്ടോ, തിരിച്ച് റിട്ടേൺ വരുന്നത്. അതായത് എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതാണ്. അതുകൊണ്ട് ചെറിയ സ്പീഡിൽ പോലും നമുക്ക് ഫുള്ളായിട്ട് റിട്ടേൺ വരുന്നു എന്നുള്ളതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ഞാൻ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത്. കാരണം പല കമ്പനീസും ഇത് കണ്ടു പഠിക്കണം എന്ന് ഞാൻ പറയും. എവിടെയൊക്കെ കൊണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. മനസ്സിലായവർ ജസ്റ്റ് കമൻറ്റ് ഇടുക.